സുഖ ദുഃഖ സമ്മിശ്രമായ ക്രിസ്തീയ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടതായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് തന്നെ തോന്നും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കർത്താവിന്റെ കൃപയാൽ നിനക്ക് ഒഴിഞ്ഞു പോരാനുള്ള വഴി കർത്താവ് ഒഴുകും. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളോട് പറയാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം. ദൈവഭക്തൻ ഇവയെല്ലറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും. ദൈവഭക്തൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഒരു ഭക്തനായി ജീവിച്ചാൽ നിനക്ക് മുമ്പിൽ നിന്നെ കുരുക്കിയ എല്ലാ കുരുക്കിൽ നിന്നും നീ ഒഴിഞ്ഞു പോകും. സങ്കീർത്തനത്തിലൊരു ഭാഗത്തുണ്ട്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളം ഞാൻ നിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുക. എത്രയെത്ര അസ്ത്രങ്ങൾ നിനക്കെതിരെ വിട്ടിട്ടും അതിനകത്തും എല്ലാം നീ ഒഴിഞ്ഞു പോകും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിന് മുമ്പ് സംഹാരകൻ മിസ്രൈമിൽ താണ്ഡവ നൃത്തമാടി. ഉടനെ ദൈവം പറഞ്ഞു, നിന്റെ വീടിന് ഒരാടിനെ അറുക്കണം. ആ ആടിന്റെ രക്തം കട്ടളക്കാലിലും കുറുമ്പൊടിയിലും പുരട്ടണം. ഇന്ന് രാത്രി സംഹാരകൻ മിസ്രൈമിലൂടെ നടക്കും. സകല വീടുകളിലും കൊട്ടാരം തൊട്ട് കുടില് വരെ ആദ്യജാതൻ ഛേദിക്കപ്പെടും. നിന്റെ വീടിന്റെ അവിടെ വരുമ്പോ ഈ സംഹാരകൻ ഒഴിഞ്ഞു പോണമെങ്കിൽ നിന്റെ വീടിന് രക്തത്തിന്റെ അടയാളം വേണം. അങ്ങനെ രക്തത്തിന്റെ അടയാളത്തിൽ പാർത്ത ജനം മിസ്രൈമ്യ ബാധകളിൽ നിന്ന് ഒഴിഞ്ഞ് അത്ഭുതകരമായി അവരെ പുറത്തു വന്ന ചരിത്രം പുറപ്പാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുക. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആര് കെണിവെച്ചാലും, എത്ര വലിയ അനർത്ഥമുണ്ടായാലും, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിൽ നിന്നെല്ലാം നിനക്ക് ഒഴിഞ്ഞു പോരാൻ ദൈവം കൃപ തരും. ഒരു ഭക്തനായി നീ ജീവിച്ചേ, ആര് നിന്നെ കുരുക്കിയാലും, ആര് നിനക്ക് ദോഷം ചെയ്താലും, ആര് നിന്റെ പേര് മോശപ്പെടുത്താൻ നോക്കിയാലും, ആര് നിന്നെ തകർക്കാൻ നോക്കിയാലും, ശാന്തമായ ആത്മീയ അന്തരീക്ഷത്തിൽ കൂടെ അവയെല്ലറ്റിൽ നിന്നും നീ ഒഴിഞ്ഞു പോരണം. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ നിന്നെ ഒതുക്കിയിട്ടിടത്തുനിന്ന് നീ പുറത്തു വരാൻ പോവാ. നിനക്കൊരു ജയ ജീവിതമുണ്ട്. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാമോ? കർത്താവേ, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ എനിക്ക് കൃപ തരണമേ. നിന്നെ കുടുക്കാനാ ചില വാക്കിട്ടെ, പക്ഷെ നീ ഒഴിഞ്ഞു പോന്നോണം. നിന്നെ കുടുക്കാനാ ചില പദ്ധതിക്കകത്ത് നിന്നെ കൊണ്ട് കയറ്റിയത്, പക്ഷേ ഒഴിഞ്ഞു പോന്നോണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഭക്തന് നല്ല ആത്മീയ ജീവിതം നയിക്കാൻ കഴിയാതെ അവനെ കുരുക്കുന്ന ധാരാളം ശക്തിയുണ്ട്. എന്ന വചനം തന്ന ഉറപ്പിന് നന്ദി. അവയെല്ലാറ്റിൽ നിന്നും ഭക്തൻ ഒഴിഞ്ഞു പോരും. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിനക്ക് മുമ്പിൽ കൊണ്ടുവന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോരാൻ കൃപ തരും. ഗോഡ് ബ്ലസ് യു.